വന്യജീവി ആക്രമണത്തിനും കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കും ബഫർ സോൺ വിഷയത്തിനും പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് മണ്ണാർക്കാട്ട് ആവേശകരമായ സ്വീകരണം. കരിവാരക്കുണ്ടിലെ സ്വീകരണത്തിനു ശേഷം പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ച ജാഥയ്ക്ക് ഇടത്തനാട്ടുകര വട്ടമണ്ണപ്പുറത്ത് വെച്ച് വരവേൽപ്പ് നൽകി. മണ്ണാർക്കാട് നഗരത്തിൽ നിന്നും തുറന്ന വാഹനത്തിൽ ജാഥാ ക്യാപ്റ്റനെയും നേതാക്കളെയും ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ആനയിച്ച് സ്വീകരണവേദിയായ നെല്ലിപ്പുഴ ജംഗ്ഷനിലേക്ക് എത്തിച്ചു. തുടർന്ന് രാത്രി നടന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം സംസ്ഥാനം നിർവഹിക്കുന്നില്ലെന്നും വന്യമൃഗങ്ങൾ കാരണം മലയോരത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്ന് കഴിഞ്ഞ 3 വർഷമായി UDF അംഗങ്ങൾ നിയമസഭയിൽ നിരന്തരം ഉന്നയിച്ചു വരികയാണ്. എന്നാൽ നിസ്സംഗമായ മറുപടിയാണ് ഉണ്ടാകുന്നത്. എവിടെയും എപ്പോഴും വന്യമൃഗങ്ങൾ ഇറങ്ങുമെന്ന സ്ഥിതിയാണ്. വനാതിർത്തിയിൽ വന്യമൃഗങ്ങൾ എത്തുമ്പോൾ അവയുടെ ചലനം അറിയിക്കാനും കാട്ടിലേക്ക് തിരിച്ചുവിടാനുമുള്ള ആധുനിക സംവിധാനങ്ങളുണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുത്തുന്നില്ല. വന്യജീവി ആക്രമണങ്ങൾ കുറഞ്ഞു വരികയാണെന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ എഴുതിവെച്ചത്. എന്നാൽ 2018 മുതൽ 60,000 വന്യമൃഗ ആക്രമണങ്ങളാണ് കേരളത്തിലുണ്ടായത്. 1000-ലധികം പേർ മരിച്ചു, 8,000-ലധികം പേർക്ക് പരിക്കേറ്റു, കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ടായി. പലർക്കും നഷ്ടപരിഹാരം ലഭ്യമായില്ല. 4,000-ഓളം പേരാണ് നഷ്ടപരിഹാരം കാത്തിരിക്കുന്നത്. സർക്കാർ ജനങ്ങളുടെ വിധിക്ക് വിട്ടിരിക്കുകയാണ്. വനസംരക്ഷണം വേണം, ജനവാസ മേഖല വനമായി പ്രഖ്യാപിക്കരുത്, 0% ബഫർ സോൺ എന്നതാണ് UDF നിലപാട്. ബഫർ സോൺ വനാതിർത്തിയിൽ മതി. കൊടുങ്കാറ്റ് പോലെ UDF തിരിച്ചുവരുമെന്നും മലയോര ജനങ്ങളുടെ സങ്കടങ്ങൾ മാറ്റുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് വാക്കു നൽകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. അവരോട് ഞങ്ങൾക്കുള്ള വാക്ക്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പമുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് മാക്സിമം ചെയ്യാൻ ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പോരാണ്. ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഇത് കഴിയാറായി, തീരാറായി സർക്കാരിന്റെ കാര്യം. കൊടുങ്കാറ്റ് പോലെ ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു വരും. ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുത്ത് മലയോര ജനതയുടെ സങ്കടങ്ങൾ മാറ്റും എന്ന വാക്ക് തരാൻ ഞാൻ ഈ അവസരം. എൻ ഷംസുദ്ദീൻ MLA അധ്യക്ഷനായി. നേതാക്കളായ MM ഹസൻ, അനൂപ് ജേക്കബ് MLA, മോൻസി ജോസഫ് MLA, ഷാനിമോൾ ഉസ്മാൻ, രാജൻ ബാബു, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, സന്ദീപ് വാര്യർ എന്നിവർ സംസാരിച്ചു. UDF ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം, കൺവീനർ ബാലഗോപാൽ, TA സിദ്ദിഖ്, A തങ്കപ്പൻ, KA ചന്ദ്രൻ, അസീസ് ഭീമനാട്, MS അലവി തുടങ്ങിയവർ പങ്കെടുത്തു.